ഹായ് ഓൾ, ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയാനുള്ള ഒരു സമയമായി. ഇതൊരു പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ റീഡാണ് ചെയ്യുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം റെസനേറ്റ് ആകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് എടുക്കുക, ഇല്ലാത്തത് വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദ സ്റ്റാർ ആണ്. അതായത് ഇവിടെ നിങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രതീക്ഷയുള്ള വ്യക്തിയാണ്. നിങ്ങൾ എന്ത് കാര്യത്തിലും ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും, എത്ര ഫെയിലായാലും നിങ്ങൾ വീണ്ടും കുറച്ച് കഴിഞ്ഞ് അതിനുവേണ്ടി വീണ്ടും പ്രവർത്തിക്കുക. അതായത് നിങ്ങൾ വീണ്ടും പ്രതീക്ഷയോടെ വീണ്ടും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് കാണുന്നത്. പിന്നീട് നമുക്ക് വന്ന കാർഡ് എന്ന് പറയുന്നത് 2 ഓഫ് പെൻറ്റക്കിൾ ആണ്. അതായത് നിങ്ങൾ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിനെ മറികടന്ന് പോകാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിലെ അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് ആണ് നിങ്ങളെ അതിനെ സഹായിക്കുന്നത്. അതാണ് ഈ 2 ഓഫ് പെൻറ്റക്കിൾ കാർഡ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മൂന്നാമത് വന്ന കാർഡാണ് 7 ഓഫ് കപ്സ്. ഈ കാർഡ് കണ്ടാൽ നമുക്കറിയാം ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ട് കൺഫ്യൂസ്ഡായി നിൽക്കുന്നതാണ് കാണുന്നത്. അത് നിങ്ങളുടെ ഒരു എൻവോയ്മെൻറ്റ് അല്ലെങ്കിൽ സറൗണ്ടിങ്സ് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെടുക്കണം എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ സറൗണ്ടിങ്സ് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളുടെ സറൗണ്ടിങ്സ് പലരും പലതും പറയാം, പല ഒപ്പീനിയൻസാണ് പലർക്കുള്ളത്. പക്ഷേ എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ ഒപ്പീനിയനാണ് നിങ്ങൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ചിന്തിച്ച് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനമെടുക്കണം. പക്ഷേ നിങ്ങളുടെ സറൗണ്ടിങ്സ് കാണുന്നത് പലരും പല ഒപ്പീനിയൻസും പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയേക്കാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയനിൽ ഉറച്ചു നിന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് കൺഫ്യൂസ്ഡ് ആകേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 7 ഓഫ് കപ്സും ഇവിടെ നമുക്ക് 6 ഓഫ് കപ്സും ആണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യണം, നിങ്ങൾക്ക് എന്തിലാണ് സന്തോഷം കിട്ടുന്നത് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ സറൗണ്ടിങ്സിൽ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരാം. അത് നിങ്ങളെ അങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതാണ് സറൗണ്ടിങ്സ്. പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന്. അത് തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ സന്തോഷമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം ഒരാൾ അങ്ങോട്ടേക്ക് നടന്നു നീങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കൂടെയുള്ളവരിൽ ഹാപ്പിനെസ് കണ്ട് എത്തുകയാണ്. അതായത് നിങ്ങളതിൽ സന്തോഷമാണ്. പോയവരൊക്കെ പോട്ടെ, അല്ലെങ്കിൽ അത് തന്നെ നിങ്ങളുടെ ഒരു പാസ്റ്റ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് പോകുന്നത്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് വന്ന കാർഡ് 4 ഓഫ് വാണ്ട്സ് ആണ്.
ഈ കാർഡ് കണ്ടാൽ നമുക്കറിയാം നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ ഒരു ജേർണിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 6 ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നല്ല ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഒരു പഴയ പാസ്റ്റ് വിട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ നല്ലൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ ചിന്തിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ച് കൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും നിങ്ങളുടെ ചിന്തകളും നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് സക്സസ്സിലേക്കാണ്. ദ സൺ കാർഡാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നാണ്. ഒരു സന്തോഷത്തിൻ്റെ ഒരു ജേർണിയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ചൈൽഡിനെ നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒരു സക്സസ്സിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിവിടെ ഒരു പ്രതീക്ഷയുള്ള വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സക്സസ്സിലേക്കാണ്.